ഹലോ. അപ്പോൾ നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മണാലി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ റൂമിലേക്ക് പോയി അവിടെ നിന്ന് എല്ലാവരും ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. എല്ലാവരും ഫ്രഷ് ആയ ശേഷം അപ്പം തന്നെ നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയിട്ടുണ്ടായത് വസിഷ്ഠ ടെമ്പിളായിരുന്നു. മണാലിയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബിയാസ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് വസിഷ്ഠ്. ഗന്ധകമുള്ള ചൂടുവെള്ള നീരുറവകൾക്ക് പേരുകേട്ട ഈ ഗ്രാമം ഉറവകളോട് ചേർന്ന് നിർമ്മിച്ച വസിഷ്ഠൻ, ശിവൻ, രാമൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന 3 പ്രധാന ക്ഷേത്രങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ വലിയ രോഗശാന്തിക്കുള്ള ശക്തി ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം. അതും കൂടുതലും ഈ ചർമ്മ രോഗങ്ങളൊക്കെ മാറുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തു നിന്നും കുറച്ച് മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ആ വണ്ടിയൊക്കെ വെക്കുന്ന ആ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഹിഡിംബ ടെമ്പിളായിരുന്നു. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഹിഡിംബ ടെമ്പിളും വരുന്നത്. നമ്മുടെ മഹാഭാരതത്തിലെ ഭീമൻ്റെ ഭാര്യ ഹിഡിംബി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഗുഹാക്ഷേത്രമാണ് ഇത്. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ദുൻഗിരി വാൻ വിഹാർ എന്ന ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജിഷേച്ചിയും രാജുവേട്ടനുമാണ്. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? ഇത് അവിടെയുള്ള ആൾക്കാരെ വിവാഹത്തിന് ഉപയോഗിക്കുന്ന ഡ്രസ്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ കുഞ്ഞി എമിക്കുട്ടിയാണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. പിന്നെ അന്ന് രാത്രി അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അന്ന് അടിച്ചു പൊളിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായത് കുളുവിലേക്കായിരുന്നു. കുളുവിലെ ആദ്യത്തെ സ്പോട്ട് മണികരണായിരുന്നു. മണികരണിലേക്കുള്ള യാത്ര കുറച്ച് പേടിയൊക്കെ ആയി. കാരണം റോഡൊക്കെ കുറച്ച് ഡേഞ്ചറായിട്ടായിരുന്നു കണ്ടേ. ചെറിയൊരു പേടിയൊക്കെ തോന്നും നമുക്ക്. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന കുറേ പാറകളും ഒരു സൈഡിലേക്ക് കൊക്ക പോലെ ആയിട്ട് ഇതിനിടയിലൂടെ ഒരു വൺ സൈഡിലേക്ക് മാത്രം വണ്ടികൾ പോകാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ റോഡിന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടിയൊക്കെ തോന്നും. കുളു ജില്ലയിലെ പാർവതി നദിക്കരയിലുള്ള പാർവതി താഴ്വരയിലാണ് മണികരൺ സ്ഥിതി ചെയ്യുന്നത്. 1760 മീറ്റർ ഉയരത്തിലുള്ള മണികരണിലേക്ക് എത്താൻ നമ്മൾ കുളുവിൽ നിന്നും 45 കിലോമീറ്റർ പോകാനുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് മണികരൺ ഗുരുദ്വാരയിലാണ്. ഈ കാണുന്നതാണ് ഗുരുദ്വാര. അതായത് നേരെ നമുക്ക് നടന്ന് ഉള്ളിലേക്ക് കയറാം. അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും. ഇപ്പം കാണുന്നതാണ് അവിടെയുള്ള ശിവപാർവതി ക്ഷേത്രം. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് പാർവതി നദി. നമുക്ക് തൊടാൻ പോലും പറ്റാത്തത്ര ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ് പാർവതി നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറൊരു വശത്തായിട്ട് ഭയങ്കര ചൂടുള്ള വെള്ളത്തിൻ്റെ ഉറവാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു അത്ഭുതമായിട്ട് എന്തായാലും തോന്നും. ഭൂമിക്കടിയിലുണ്ടാവുന്ന ജിയോ തെർമൽ റിയാക്ഷൻ കാരണം തിളയ്ക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് വിള്ളലുകളിലൂടെ തിളച്ചു പൊങ്ങി വരുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിലൊരുപാട് മിനറൽസ് ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൾഫർ. സൾഫറിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിനൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും. ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ആർത്രൈറ്റിസും ചർമ്മ രോഗങ്ങളൊക്കെ മാറും എന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുദ്വാറിനുള്ളിലേക്ക് കയറി. അതിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതായത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അവിടെയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിലേക്ക് പോയി. ഇതാണ് മണികരണിലെ ശിവപാർവതി ക്ഷേത്രം. ഇവിടെയൊക്കെ നമുക്ക് നേരത്തെ കണ്ട ഹോട്ട് വാട്ടർ സ്പ്രിങ് കാണാൻ പറ്റും. ഈ കാണുന്ന കൊത്തുപണിയുടെ താഴെയായിട്ട് ഒരു ചതുരത്തിൽ ചെറിയൊരു കുഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ ചൂടുവെള്ളം വരുന്നുണ്ട്.
അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അവിടെ നിന്ന് ഒരു കിഴി വാങ്ങാൻ കിട്ടും. ആ കിഴിയിൽ കുറച്ച് അരിമണി ഇട്ടിട്ട് നൂല് കൊണ്ട് കെട്ടിയിട്ട് ആ സാധനം നമ്മളെ കയ്യിൽ തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ അരിമണി ഇട്ട കിഴി ചൂടുവെള്ളത്തിലേക്ക് വെച്ചിട്ട് അവിടുന്ന് വേവിക്കാൻ പറ്റും. വേവിച്ചിട്ട് ആ ചോറ് കഴിക്കാമെന്നാണ് അവരവിടുന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറോ മാർക്ക് കാണിക്കുന്നില്ലേ, അത് വലിയ മൺപാത്രമാണ്. ആ മൺപാത്രത്തിൽ അരിയാണുള്ളത്. അരി ഇട്ടിട്ട് തുണി കൊണ്ട് മൂടി കെട്ടിയിട്ട് അവിടെ വെച്ചത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അത് പുറമേ ഉള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണോ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പാർവതി നദീൻ്റെ സൈഡിലൂടെയാണ്. ഇത് പാർവതി നദിയുടെ മേലെയുള്ള പാലമാണ്. ഇതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്യാം. അപ്പോൾ ഇവിടെയും ഒരു വിശ്വാസമുണ്ട്. അവിടെ എത്തിയപ്പോൾ അറിഞ്ഞതാണ്. ഈ പാലത്തിൻ്റെ സൈഡിലേക്കായിട്ട് സൈഡിലുള്ള ആ വേലിയിൽ പൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് പൂട്ട് കാണാൻ പറ്റും. ഇവിടെയുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ നിന്ന് പൂട്ടും താക്കോലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ പാർവതി ദേവീൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വേലിയിലേക്ക് നമ്മൾ ആ പൂട്ട് വെച്ച് ലോക്ക് ചെയ്തിട്ട് കീ എന്ത് ചെയ്യണം, ആ പാർവതി നദിയിലേക്ക് എറിയണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കസോളിലേക്കായിരുന്നു. കസോൾ മാർക്കറ്റ്. അവിടുന്ന് പിന്നെ എല്ലാവരും പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് പിന്നെ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ. ബൈ.